പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്യന്തം സ്നേഹിച്ച ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ഉവൈസ് കർണി. ഉവൈസ് കർണിയുടെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ യമനിലെ കർണ എന്ന നാട്ടിൽ ജനിച്ച ഉവൈസ് കർണി ആ യമനിലെ ആട്ടിൻപറ്റങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ഓടി നടന്ന് ചോദിക്കുന്നുണ്ട്, ഹൽമി മദീന, മദീന കൊണ്ട് ആരെങ്കിലും ഉണ്ടോ, മദീന എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ആരും കൈപൊന്തിക്കുന്ന ആരൊന്നുമില്ല. അത് കേട്ടപ്പോൾ വീണ്ടും ഉവൈസ് കർണി ചോദിക്കുന്നുണ്ട്, ഹൽമി മദീന, മദീന എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ആ കണ്ണീരോടുള്ള ചോദ്യം കേട്ടപ്പോൾ ഒരാൾ കൈപൊന്തിച്ച് പറയുന്നുണ്ട്, അനമീൻ മദീന, ഞാൻ മദീനയിൽ നിന്നാണ്. അത് കേട്ടപ്പോൾ ഉവൈസ് കർണി ആ സ്വാമിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഇരു കണ്ണുകളും വാരി പുഴന്നുകൊണ്ട് ചുംബിക്കുന്നുണ്ട്. അത്രയും ഇഷ്ടമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആർക്ക് ഉവൈസ് കർണി. അത്രത്തോളം പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉവൈസ് കർണി സ്നേഹിച്ചിരുന്നു. അങ്ങനെ ഒരിക്കലും ഉവൈസ് കർണി അത്യധികം ആഗ്രഹം തോന്നി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ. അങ്ങനെ ഉവൈസ് കർണി തൻ്റെ രോഗിയായ മാതാവിനോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ, എനിക്കൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കൊന്ന് പോകാൻ അനുവാദം തരുമോ? അത് കേട്ടപ്പോൾ സങ്കടത്തോടെയാണെങ്കിൽ ഉമ്മ പറയുന്നുണ്ട്, നീ പോയിക്കോ, നീ പെട്ടെന്ന് വരണം കേട്ടോ. അത് കേട്ടപ്പോൾ ഉവൈസ് കർണി സന്തോഷത്തോടെ തന്നെ ആ യമനിൽ നിന്ന് തൻ്റെ ഭാണ്ഡകെട്ട് മുറുകെ പിടിച്ചിട്ട് യാത്ര തിരിച്ചു. അങ്ങനെ മദീനയിലെത്തി. മദീനയിൽ നിന്ന് ഒരു സ്വഹാബിയോട് ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് എവിടെയാണ്? എവിടെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്? അത് കേട്ടപ്പോൾ സ്വഹാബി അങ്ങനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതാ ആ ചെറിയ വീടാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്. അങ്ങനെ ആ ചെറിയ വീടാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് എന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് ഓടി ചെന്നിട്ട് എൻ്റെ ഭാണ്ഡകെട്ട് മുറുകെ പിടിച്ചിട്ട് കണ്ണീരോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നുണ്ട്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അത് കേട്ടപ്പോൾ ആ വാതിലിങ്ങനെ മെല്ലെ തുറന്നു. ആ വീടിൻ്റെ ഡോറിങ്ങനെ മെല്ലെ തുറക്കണുണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉവൈസ് കർണി സന്തോഷിച്ചു. കാരണം ഇതിൻ്റെ പ്രവാചകനാണെന്ന് ഉവൈസ് കർണി വിചാരിച്ചു. പക്ഷേ അത് തെറ്റായിരുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. പകരം ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, അയിന റസൂലുള്ളാഹ്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ്? അത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് കുറച്ചായി, നേരം വൈകുമെന്നാണ് പറഞ്ഞത്. അത് കേട്ട് ഉവൈസ് റളിയല്ലാഹു അൻഹു നിരാശയോടെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാത്ത നിരാശയോടെ നേരെ യമനിലേക്ക് യാത്ര തിരിക്കുന്നു. അങ്ങനെ യമനിലെത്തി വളരെ സങ്കടത്തിലാണ് ബഹുമാനപ്പെട്ട ഉവൈസ് കർണി. വീണ്ടും ഉവൈസ് കർണി എന്നും ചോദിക്കാൻ തുടങ്ങി, ഹൽമി മദീന, മദീനയിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ? എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മദീനയിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഉവൈസ് കർണി ചോദിക്കാൻ തുടങ്ങി. അത്രയധികം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉവൈസ് കർണി സ്നേഹിച്ചിരുന്നു.